നമസ്കാരം, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. 2019 ഏപ്രിൽ 19 ഞാനും വൈഫും കൂടി ഒരു കപ്പൽ യാത്ര നടത്തി. കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട് ബോംബെയിലെത്തി. ബോംബെയിൽ നിന്നും വീണ്ടും പുറപ്പെട്ട് ദുബൈ. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കിട്ടിയ ഐറ്റിനറി. കൊച്ചിൻ അന്താരാഷ്ട്ര ക്രൂയിസ് ടെർമിനലായ സാഗരികയിൽ നിന്നാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത്. വളരെ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹം സഫലീകരണമായിരുന്നു ആ യാത്ര. കുറേ നാളുകളായി ഞാൻ ആഗ്രഹിക്കുന്നു. 2-3 ദിവസം ആഴക്കടലിൽ ജീവിക്കണം എന്നുള്ളത് എൻ്റെ ഒരു അതിയായ മോഹമായിരുന്നു. അത് ഇങ്ങനെ സഫലീകരിക്കുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപൂർവമായിട്ടും കിട്ടിയ ഒരു അനുഗ്രഹമായിട്ട് മാത്രമേ ഞാനിത് കണക്കൂട്ടുന്നുള്ളൂ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സാഗരിക സീപോർട്ടിൽ ആ ഷിപ്പിൽ ഞങ്ങൾ രണ്ടുപേരും കയറി കഴിഞ്ഞു. അന്ന്, അതായത് 2019 ഏപ്രിൽ 19 ഉച്ചയ്ക്ക് 11 മണിയോട് കൂടി തന്നെ ഞങ്ങൾ ബോർഡായി. അന്ന് എൻ്റെ മുകളിൽ വന്നിരുന്നുകൊണ്ട് കണ്ട കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കരീബിയൻ ക്രൂസിന്റെ ഫാമിലിയിൽപ്പെട്ട എക്സ്പ്ലോറർ ഓഫ് ദി സീ എന്ന കപ്പലിലാണ് ഞങ്ങൾ ഇപ്പോൾ. ഇതിൽ ഏകദേശം 4290 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ സാധിക്കും. അതുപോലെ തന്നെ 1500 ജീവനക്കാരെ. നമ്മളിപ്പോൾ കാണുന്നത് കോറിഡോർ, ഞങ്ങളുടെ റൂമിലേക്ക്, ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയ റൂമിലേക്ക് പോകുന്ന വഴിയാണിത്. ഇന്ന് കയറിയതേ ഉള്ളൂ, ഒന്നും മനസ്സിലായി വരുന്നേ ഉള്ളൂ. ഷിപ്പ് എന്താണെന്നും ബാക്കിയുള്ള ഫെസിലിറ്റികൾ എന്താണെന്നും ഒക്കെ മനസ്സിലായി വരുന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് അനുവദിച്ചിരുന്ന റൂം 6597. ഈ റൂമായിരുന്നു ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിരുന്നത്, 2 പേർ കൂടി. ഇതാണ് ആ റൂമിന്റെ ഉൾവശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ എല്ലാം വന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും ടോപ്പിലെത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഷിപ്പ് യാത്ര പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. സാഗരിക സീപോർട്ടിൽ നിന്നും നമ്മുടെ എക്സ്പ്ലോറർ ഓഫ് ദി സീ എന്ന ഷിപ്പ് പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. നമ്മളിപ്പോൾ കാണുന്നത് ഫോർട്ട് കൊച്ചി ബീച്ചാണ് പശ്ചാത്തലത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, വില്ലിംഗ്ടൺ ഐലൻഡിൽ നിന്നാണ് നമ്മൾ ഷിപ്പ് പുറപ്പെട്ടത്. ഫോർട്ട് കൊച്ചിയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഷിപ്പ് പുറപ്പെട്ടത് ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, സിഡ്നി, ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, അവിടെ നിന്ന് കൊളംബോയിൽ നിന്ന് പുറപ്പെട്ട് കൊച്ചിയിൽ വന്നു. കൊച്ചിയിൽ ഒരു ദിവസം ഉണ്ടായിരുന്നു ഇവിടെ കൊച്ചിയിൽ. അവിടെ നിന്ന് പുറപ്പെട്ട് 2ാമത്തെ ദിവസം ബോംബെയിലെത്തി. ബോംബെയിൽ നിന്നും വീണ്ടും അടുത്ത ദിവസം പുറപ്പെട്ട് 3 രാത്രികൾക്ക് ശേഷമാണ് ദുബൈ സീപോർട്ടിൽ എത്തിച്ചേർന്നത്. ഈ ഷിപ്പും ഞാനുമായിട്ടുള്ള എഗ്രിമെന്റ് കൊച്ചിയിൽ നിന്ന് പിക്കപ്പ് എടുക്കുകയും ബോംബെ വഴി ദുബൈയിൽ ഡ്രോപ്പ് ചെയ്യുകയും, ഇത്ര മാത്രമേ ഈ ഷിപ്പിനും നമ്മളുമായിട്ടുള്ള എഗ്രിമെന്റ് ഉള്ളൂ. ദുബൈയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇറങ്ങാനുള്ള വിസയും തിരിച്ചു വരാനുള്ള ടിക്കറ്റും എല്ലാം നമ്മൾ പ്രത്യേകം നമ്മളായിട്ട് തന്നെ എല്ലാം അറേഞ്ച് ചെയ്യണമായിരുന്നു. പക്ഷേ ഞങ്ങൾ ദുബൈയിൽ ഇറങ്ങിയപ്പോൾ വിസിറ്റിംഗ് വിസ ഞങ്ങളുടെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അതിനുശേഷം 3-4 ദിവസം ഞങ്ങൾ ദുബൈയിൽ നിന്നതിന് ശേഷമാണ് ഞങ്ങൾ റിട്ടേൺ കൊച്ചിക്ക് വന്നത്. ഈ ഷിപ്പിൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ ഉണ്ടായിരുന്നു. പല്ലാർപാടം കാർഗോ ടെർമിനലാണ് നമ്മൾ പശ്ചാത്തലത്തിൽ കാണുന്നത്. അവിടെ 2 കാർഗോ ഷിപ്പുകൾ ആങ്കർ ഇട്ടിട്ടുണ്ട്. ആകെ 18 നിലകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഷിപ്പ് ഒന്ന് പരിചയപ്പെട്ട് വരണമെങ്കിൽ തന്നെ ചിലപ്പോൾ ദിവസങ്ങളോളം എടുക്കുന്നു വരും. ഞങ്ങളിപ്പോൾ കയറിയതല്ലേ ഉള്ളൂ, എല്ലാം ഒന്ന് പരിചയപ്പെട്ട് വരുന്നു മാത്രമേ ഉള്ളൂ. വില്ലിംഗ്ടൺ ഐലൻഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിൻ്റെ പരിസരത്തൂടെയാണ് ഇപ്പോൾ ഷിപ്പ് അറബിക്കടലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു കപ്പലും ഏതൊരു തുറമുഖത്തേക്ക് വന്നാലും, അത് പാസഞ്ചർ ക്രൂസ് ആയാലും കാർഗോ ഷിപ്പ് ആയാലും, അതിനെ കപ്പൽ ചാനിൽ നിന്നും ബെർത്തിലേക്ക് എത്തിക്കുന്നതും ബെർത്തിൽ നിന്ന് തിരിച്ച് ഡിപ്പാർച്ചറിന് വേണ്ടി കപ്പൽ ചാനൽ തിരിച്ചെത്തിക്കുന്നതും അതാത് പോർട്ടിലെ പൈലറ്റ് എന്ന ഉദ്യോഗസ്ഥനായിരിക്കും. ആ പൈലറ്റ് എന്ന ഉദ്യോഗസ്ഥനായിരിക്കും കൂടുതൽ ഈ തുറമുഖമായിട്ട് കൂടുതൽ പരിചയമുള്ള വ്യക്തി. അദ്ദേഹം നമ്മുടെ കപ്പൽ ചാനലിൽ കൊണ്ട് വിട്ടതിന് ശേഷം തിരിച്ചു പോകുന്ന ആ വെള്ള ചെറിയ കപ്പലാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനെ കപ്പൽ എന്ന് വിളിക്കുന്നത് ശരിയല്ല, അതിനെ കമാൻഡിങ് ബോട്ട്, ഒരു ബോട്ടിന്റെ വലിപ്പം മാത്രമേ ഉള്ളൂ. കരീബിയൻ ക്രൂസിന്റെ ഫാമിലിയിൽപ്പെട്ട ഈ എക്സ്പ്ലോറർ ഓഫ് ദി സീ 4290 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. അതുപോലെ തന്നെ ഈ കപ്പലിൽ 2641 ക്യാബിനുകളും
അതിൽ 1001 ക്യാബിനുകൾ സമുദ്ര കാഴ്ചകൾ കാണാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 119 സ്യൂട്ടുകളും ഇതിനകത്തുണ്ട്. മറ്റ് 1652 ബാൽക്കണികൾ അറിഞ്ഞ റൂമുകളാണ് ബാക്കിയുള്ളവയെല്ലാം. 16ാമത്തെ നിലയിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അതിനുശേഷം ഞങ്ങൾ പോയത് 4ാമത്തെ നിലയിലേക്കാണ്. ഈ നിലയിൽ 4ാമത്തെ നിലയിൽ ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങളാണ് അവർ ഒരുക്കുന്നത്. ചില ദിവസങ്ങളിൽ ഒരു സ്ട്രീറ്റിന് തുല്യമായ രീതിയിൽ ഇരുവശങ്ങളും അവർ അണിയിച്ചൊരുക്കും. വിലപിടിപ്പുള്ള വലിയ വലിയ ബ്രാൻഡഡ് സാധനങ്ങൾ ഇവിടെ പ്രദർശനത്തിന് വിളിക്കുന്നുണ്ട്. അത് നമുക്ക് ആവശ്യാനുസരണം വാങ്ങിക്കുകയും ചെയ്യാം. ഷിപ്പിലേക്ക് നമ്മൾ കയറുമ്പോൾ അവർ നമുക്കൊരു ID കാർഡ് തരുന്നുണ്ട്. നമ്മുടെ പാസ്പോർട്ട് വാങ്ങിയതിന് ശേഷം നമുക്കൊരു ID കാർഡ് തരും. ആ കാർഡാണ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഈ ഷിപ്പിൽ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നേ ഉള്ളൂ. ക്യാഷ് ഓൺ ദ സ്പോട്ടിൽ കൊടുക്കണമെന്നില്ല. നമ്മൾ ഏത് പോർട്ടിലാണോ ഡിസംബാർക്ക് ചെയ്യുന്നത് അതിന് ഒരു ദിവസം മുൻപായിട്ട് നമ്മുടെ അക്കൗണ്ട് കംപ്ലീറ്റ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഈ സ്ട്രീറ്റിൽ ഇന്ന് ഇതുപോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ നാളെ ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആയിരിക്കും ഇവിടെ കാണാൻ നമുക്ക് സാധിക്കുക. കലാപരിപാടികൾ കാണും, ഗാനമേള കാണും, ഡാൻസ് കാണും. അങ്ങനെ ഓരോ ദിവസം ഓരോരോ പരിപാടികളായിരിക്കും ഈ 4ാമത്തെ നിലയിൽ ഈ ഏരിയ കവർ ചെയ്യുന്നത്. മാത്രമല്ല ഈ കപ്പലിൽ ആകെയുള്ള 16 റെസ്റ്റോറൻറ്റുകൾ ഒരെണ്ണം ഈ 4ാമത്തെ നിലയിലാണ്. അത് 24 മണിക്കൂറും വർക്ക് ചെയ്യും. ആദ്യത്തെ ദിവസമായതുകൊണ്ടും പുതിയ അനുഭവങ്ങളായതുകൊണ്ടും ഞങ്ങൾക്ക് എന്തൊക്കെ കണ്ടിട്ടും മതി വരുന്നില്ല. സാവകാശം ഞങ്ങൾ മേളത്തെ നിലയിൽ വീണ്ടും എത്തി. ഇത് 17ാമത്തെ നിലയിലാണ്. അവിടെ എത്തി ചുറ്റുപാടും ഒന്ന് കാണാമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് എത്തിയത്. പക്ഷേ ഇവിടെ ഒന്നും കാണാനില്ല, പ്രത്യേകിച്ചൊന്നും കാണാനില്ല. കരയെല്ലാം മാഞ്ഞു കഴിഞ്ഞു, ദൃഷ്ടിയിൽ നിന്നും മാഞ്ഞു കഴിഞ്ഞു. ചുറ്റും കടൽ മാത്രം, മറ്റു യാതൊന്നും തന്നെ കാണാനില്ല. എങ്കിലും അതും ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ്. ഇത്രയും നാളും ചുറ്റും കരകൾ ജീവിച്ച നമുക്ക് പെട്ടെന്നൊരു ദിവസം ചുറ്റുപാടും നമുക്ക് ചുറ്റും വെള്ളം മാത്രം. സമയം സന്ധ്യയോടെടുക്കുന്നു. നല്ല തണുത്ത കാറ്റ്. ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സാഹസികതയുടെ മണമുള്ള ഒരു സന്തോഷം. ഈ പടുകൂറ്റൻ കപ്പലിനെ കുറിച്ച് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയത്. വിനോദത്തിനായി ഈ കപ്പലിൽ എന്ത് ഇല്ല എന്ന് ചോദിക്കുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. കാരണം അത്രയ്ക്ക് കാര്യങ്ങൾ ഇതിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു നിമിഷം പോലും ഒരു യാത്രികനും മുഷിച്ചിലുണ്ടാകാതിരിക്കത്തക്ക രീതിയിലുള്ള അവരെ കൊണ്ട് കഴിയുന്ന, അതായത് യാത്രികനും വിനോദസഞ്ചാരികൾക്ക് പൂർണ്ണമായിട്ടും ആസ്വദിക്കത്തക്ക രീതിയിൽ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ഏത് രാജ്യക്കാരാണെങ്കിലും ശരി തന്നെ, ഏത് ഇനത്തിൽപ്പെട്ട വിനോദമാണെങ്കിലും ശരി തന്നെ ഇവിടെയുണ്ട്. സാഹസികത ഇഷ്ടപ്പെടുന്ന വിനോദസഞ്ചാരികളാണെങ്കിൽ ഇതിൽ ഒരുക്കി വെച്ചിരിക്കുന്നതിൽ ചിലതാണ് സർഫ് സിമുലേറ്റർ, റോക്ക് ക്ലൈംബിംഗ് വാൾ, ദി പെർഫെക്റ്റ് സ്റ്റോം ഡിഫൻഡർ, കടലിലെ ഏറ്റവും ധീരമായ വാട്ടർ സ്ലൈഡ് ജോഡി, നമ്മൾ സ്വല്പം മുമ്പ് കണ്ടു മറിഞ്ഞ എന്നിവ. അതിനുശേഷം ഞങ്ങൾ വന്നത് ഐസ് സ്കേറ്റിംഗ് സെന്ററിലേക്കായിരുന്നു. കൊച്ചു കുട്ടികൾ വരെ അതിനകത്ത് നടത്തുന്ന ഒരു കൊച്ചു കുട്ടി ഐസ് സ്കേറ്റിംഗ് ചെയ്യുന്നുണ്ട്. അതിശയിച്ച് നിന്നു പോകും നമ്മളതെല്ലാം. മറ്റൊന്നാണ് നമ്മളിപ്പോൾ കാണുന്ന ഗൾഫ് കളിയുടെ മറ്റൊരു വെർഷൻ. ഈ കളിയുടെ പ്രധാന പ്രൗഢിക്ക് ഒരു കോട്ടവും തട്ടാത്ത രീതിയിലുള്ള എല്ലാ അറേഞ്ച്മെന്റുകളും ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത് നടത്തുന്നത്. ഒരു റഫറി ഉണ്ട്, ഒഫീഷ്യലായിട്ട് തന്നെയുള്ള വളരെ മത്സരമേറിയ കളികളാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങൾ ഇത് വന്ന് കുറേ നേരം കണ്ടുകൊണ്ടിരുന്നു, ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. എത്ര ദിവസം വേണമെങ്കിലും ഒരു മുഷിച്ചിലും കൂടാതെ നമുക്കിതിൽ യാത്ര ചെയ്യാം. അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. സമയാസമയങ്ങളിൽ ചെന്ന് നമ്മുടെ ക്ഷീണം മാറ്റാൻ വേണ്ടി നമുക്ക് ഇഷ്ട ഭക്ഷണങ്ങൾ കഴിക്കാം. ഏത് റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് ഫ്രീ ആയിട്ട് ഏത് രാജ്യത്തിൻ്റെ വേണമെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളുടെയും ഭക്ഷണങ്ങൾ ഇതിനകത്ത് കിട്ടും. ഈ ഷിപ്പ് യാത്ര ചെയ്യുന്ന ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ ആ രാജ്യങ്ങളിലെ എല്ലാം ഭക്ഷണങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ആവശ്യപ്പെടുന്ന രീതിയിലുള്ള എല്ലാ ഭക്ഷണങ്ങളും നമുക്കിവിടെ ലഭ്യമാണ്. ലോകത്തിലുള്ള 7 കോണ്ടിനെന്റിൽ നിന്നുള്ള യാത്രക്കാരും ഇതിനകത്ത് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏഷ്യയിൽ നിന്നുള്ള ഭക്ഷണത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ ഫുഡ് വരെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇതിൽ 4-5 മലയാളി ജീവനക്കാരെയും പരിചയപ്പെടാൻ സാധിച്ചിരുന്നു. മാത്രമല്ല 2 പാചകക്കാരുമുണ്ട് മലയാളികളായിട്ട്, അവരെയും പരിചയപ്പെടാൻ സാധിച്ചിരുന്നു. ഈ യാത്രയിൽ നിന്നും ഞാൻ റെക്കോർഡ് ചെയ്ത ചില പ്രധാന ഭാഗങ്ങൾ മാത്രമേ ഇതിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. നമ്മുടെ ഷിപ്പ് ഇപ്പോൾ ബോംബെ തുറമുഖത്ത് എത്തിക്കഴിഞ്ഞു. പക്ഷേ ബോംബെ തുറമുഖത്ത് എത്തിയെങ്കിൽ തന്നെയും ഉടനെ തന്നെ ഞങ്ങൾക്ക് ബെർത്ത് അനുവദിച്ച് കിട്ടിയില്ല. ഏകദേശം 4 മണിക്കൂറോളം അത് വെയിറ്റിംഗ് പോയിന്റിൽ സ്ഥിതി ചെയ്യേണ്ടി വന്നു. ഞങ്ങളിപ്പോൾ വെയിറ്റിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത്. ബെർത്തിനുള്ള പെർമിഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ബെർത്ത് പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നും പൈലറ്റ് വാഹനം വരും. പൈലറ്റ് ആയിരിക്കും വീണ്ടും ഈ ഷിപ്പിനെ നിയന്ത്രിച്ച് ബെർത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ കപ്പലിന്റെ ഏറ്റവും മുൻവശത്തുള്ള 8ാമത്തെ നിലയിൽ ഏറ്റവും മുൻവശത്തുള്ള ഭാഗത്തു നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഒരു ഹെലിപ്പാഡും ഉണ്ട്. എമർജൻസിയിൽ ഒരു ഹെലികോപ്റ്റർ വന്നിറങ്ങാനുള്ള സൗകര്യവും ഇതിനകത്ത് അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ തുറമുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ തിരക്കേറിയതുമായ ഒരു പോർട്ടാണ് ബോംബെ സീ പോർട്ട്. ഒരു പ്രത്യേകത ഇതിനുള്ളത്, ഇത് ഡ്യൂട്ടി ഫ്രീ പോർട്ടാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകതയായിട്ട് എടുത്തു പറയാനുള്ളത്. നമുക്ക് ഉള്ള സീ പോർട്ടുകളിൽ ഏറ്റവും ആഴമേറിയ സീ പോർട്ടാണ് ബോംബെയിലുള്ളത്. അത് കാരണം എത്ര വലിയ ഷിപ്പുകൾക്കും എത്ര വലിയ ഭാരമായിട്ടും ഇവിടെ വന്ന് ബെർത്ത് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. നമ്മുടെ കപ്പൽ പൈലറ്റിനെ വെയിറ്റ് ചെയ്യാണ് ബെർത്തിങ് പോയിന്റിലേക്ക് പോകാൻ വേണ്ടി. ബോംബെ സീ പോർട്ടിൽ ബെർത്ത് ചെയ്യുന്നതും രാത്രി കാഴ്ചകളും വളരെ രസകരമായ മറ്റു വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.